സ്ക്രീൻ കാണാമല്ലോ അല്ലേ എല്ലാവർക്കും അല്ലേ? ആ, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഞാനിത് ടെക്സ്റ്റ് ബുക്ക് ഏത് പേജാണ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ആൻഡ് ചാർജ് ക്യൂ മൂവിങ് വിത്ത് വെലോസിറ്റി വി in a magnetic field B as shown in the figure. Show that it follows helical path, hence obtain its frequency of revolution. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? വല്ലതും മനസ്സിലായോ ക്വസ്റ്റ്യൻ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കേ. അതായത് ഇവിടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്, ഇത്. അത് ഇനീഷ്യൽ വെലോസിറ്റിയാണ് കാണിച്ചിരിക്കുന്നത് പിക്ചറിൽ, കണ്ടില്ലേ? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പ്ലസ് ക്യൂ ഹാവിങ് ഇനീഷ്യൽ വെലോസിറ്റി വി. ഒരു ഇൻക്ലൈൻഡ് പാത്താണ് കേട്ടോ, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പാത്താണ്. റൈറ്റ് സൈഡിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോ ദാറ്റ് ഇറ്റ് മൂവ്സ് ലൈക്ക് ദിസ്. ഹെലിക്കൽ പാത്ത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെയാണ് ഒന്നുകൂടി പറഞ്ഞുതരാം. ദർ ഇസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹിയർ പ്ലസ് ക്യൂ. പ്ലസ് ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. എക്സ് ആക്സിസ് ആയിട്ട് എന്തോ ഒരു ആംഗിളാണ്, എക്സ് ആക്സിസ് ആയിട്ട് എന്തോ ഒരു ആംഗിളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റാർട്ടിങ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനിടയ്ക്ക് എന്തോ ഒരു ചെറിയൊരു ആംഗിൾ ഉണ്ട്. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ ബി മൂവിങ് ലൈക്ക് ദിസ് ഇൻ എ ഹെലിക്കൽ പാത്ത്. വി ഹാവ് ടു പ്രൂവ് ഇറ്റ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻസ്, ഒരു സെക്കൻഡിൽ എത്ര തവണ റൗണ്ട് അടിക്കുന്നുണ്ട്, എഫ് കാണാനുള്ള ഫോർമുലയും കൂടി ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി, നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 സെക്കൻഡ്. ഇപ്പോൾ ഒരു സെക്കൻഡിൽ ഇതുപോലത്തെ എത്ര റൗണ്ട് തീർക്കുന്നുണ്ട് അല്ലേ, എത്ര പ്രാവശ്യം ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് സെറ്റ് ടു ബി ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ ഡെറിവേഷനും കൂടിയും കാണിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഞാനത് കാണിച്ചു തരാം. ഇതറിയാമോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും അറിയാമോ? ഉണ്ണിമായ, ശ്രേയ അറിയാമോ? ഇല്ല, അറിയില്ല. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്, ജസ്റ്റ് ഒരു മിനിറ്റ് എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരാം. നിങ്ങൾ നല്ലപോലെ പഠിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഞാൻ കാണിച്ചു തരാം, നല്ലപോലെ പഠിക്കണം. യെസ്, ഇവിടെയുണ്ട് ടെക്സ്റ്റ് ബുക്ക്. ഇതാണ് സംഭവം, മനസ്സിലായല്ലോ? കാണുന്നുണ്ടോ നിങ്ങൾ? ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ലേ? ഓക്കെ, വിസിബിൾ അല്ലേ? ആ, ഇതിൽ നിങ്ങൾ ഇതേത് ഞാൻ റെഫറൻസേ പറയുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ റെഫറൻസ് മാത്രമേ പറയുള്ളൂ. സോ നിങ്ങൾ ഏതാണ് നോട്ട്ബുക്ക് എഴുതേണ്ടതെന്ന് വെച്ചാൽ പേജ് നമ്പർ ഇവിടെ ഉണ്ട്. പേജ് നമ്പർ എത്രയാണ്? 112 എടുക്കുക. പേജ് നമ്പർ 112 അവിടുന്ന് തുടങ്ങാം. ഓക്കെ, 112 യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദിസ് mv²/r ഇല്ലേ, അവിടുന്ന് തുടങ്ങാം. ഈ ഡയഗ്രം വരയ്ക്കുക. എന്നിട്ട് ഞാനിത് ചെയ്യണില്ല കേട്ടോ, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളൊരു കാര്യം, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ പെൻസിലെങ്ങാനും വെച്ച് എഴുതിക്കോ. ഇവിടെ ഒരു 2πf മ്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആണ് കേട്ടോ. 2πμ = qb/m എന്നും പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അഡീഷണൽ സ്റ്റെപ്പ് എഴുതി ചേർത്ത ഡെറിവേഷനായി. മ്യൂ ഈസ് സെറ്റ് ടു ബി ദ ഫ്രീക്വൻസി. 2π അപ്പുറത്തെ സൈഡിലോട്ട് എടുക്കുക, qb/2πm എന്ന് വരും. നിങ്ങളത് നോട്ട് ചെയ്താൽ മതി. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഈ പറഞ്ഞ പേജ് നമ്പർ 112 എടുക്കുക.
എന്നിട്ട് ഈ പോർഷൻസ് ഫുള്ളും ഇങ്ങനെ എഴുതി വെക്കുക. mv²/r മുതൽ അങ്ങോട്ട് എഴുതുക, കേട്ടല്ലോ. എന്നിട്ട് 2π μ = qb/m എന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ ആ 2π അപ്പുറത്തെ സൈഡിലോട്ട് എടുക്കുമ്പോൾ മ്യൂ കിട്ടും, അഥവാ ഫ്രീക്വൻസി കിട്ടും. qb/2πm എന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെറിവേഷൻ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. നിങ്ങൾ പഠിച്ചോളൂല്ലോ ഇല്ലേ? ശ്രേയ, ഉണ്ണിമായ, ഓക്കെ ആണോ? ആ, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് അതിലോട്ട് കൊണ്ടുവരുന്നില്ല. ഓക്കെ, ഇറ്റ്സ് എ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ. ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നില്ല. അപ്പോൾ ഓക്കെ ആണല്ലോ, അടുത്തിലോട്ട് പോവാം അല്ലേ? ശരിയല്ലേ? നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ എ ഹൈഡ്രജൻ ആറ്റം ദ ഇലക്ട്രോൺ മൂവ്സ്. ഇത് സ്വല്പം ലെഫ്റ്റിലോട്ട് നീക്കട്ടെ. In a hydrogen atom, an electron moves in an orbit of radius 2 angstrom. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പ്രോബ്ലം ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ in a hydrogen atom, the electron moves in an orbit of radius 2 angstrom, making 8 × 10⁻14 revolutions per second. Find the magnetic moment associated with the orbital motion of the electron. Magnetic moment കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കാണുന്നത് ആർക്കെങ്കിലും അറിയാമോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മാഗ്നറ്റിക് മൊമെന്റ് എങ്ങനെ കാണാം? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വല്ല മനസ്സിലായോ? ഉണ്ണിമായ, ശ്രേയ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? അതെ അതെ, യെസ്. നമുക്കിതൊന്ന് വരച്ച് നോക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു പ്രോബ്ലം ആണ്. ഇതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇനി ഹൈഡ്രജൻ ആറ്റം ഇവിടെ വരയ്ക്കട്ടെ. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? അറിയാമല്ലോ, ന്യൂക്ലിയസ് ഉണ്ട്. അതിന് ചുറ്റും ഇതാണ് ഓർബിറ്റ്. ഈ ഓർബിറ്റിൽ കൂടി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി. ഇതാരാ? ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇക്വാലൻ ടു എ കറൻറ്റ് അല്ലേ? ശരിയല്ലേ? ഒരു കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്ന പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇക്വാലൻ ടു എ കറൻറ്റ് ത്രൂ ദ ലൂപ്പ്. ശരിയാണോ? എഗ്രി ചെയ്യുന്നുണ്ടോ? കറണ്ട് ത്രൂ ദ ലൂപ്പ്. ശ്രേയ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? കറണ്ട് എന്തായിരിക്കും പറയാമോ? ഇതിൻ്റെ റേഡിയസ് 2 ആങ്സ്ട്രം ആണ്. അതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ വേറൊരു കാര്യം പറയുന്നത് അവർ ഫ്രീക്വൻസിയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ഇലക്ട്രോണ് ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻസ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി. ഇതൊരു ഹൈഡ്രജൻ ആറ്റം ആണേ. ഫ്രീക്വൻസി ഈസ് ഗിവൺ ആസ് 8 × 10⁻14. ഇതാണ് ഹെഡ്സ് എന്ന് വേണമെങ്കിൽ എഴുതാട്ടോ, ഹെഡ്സ്. ഇതാണ് ആ ഇലക്ട്രോണിൻ്റെ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ ഇത്രയും റെവല്യൂഷൻസ് കംപ്ലീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്താണ് അറിയാമല്ലോ? നിങ്ങൾക്കറിയാം, ഒരു കോയിലിൽ കൂടി കറണ്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യും. അറിയാമല്ലോ, അത് ഈക്വലൻ ടു എ മാഗ്നറ്റാണ്. അപ്പോൾ ആ മാഗ്നറ്റിക് മൊമെൻ്റ് കണ്ടുപിടിക്കണം. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഉണ്ണിമായ, ശ്രേയ, ഞാൻ പറഞ്ഞ കാര്യം ക്ലിയറായി? അപ്പോൾ എൻ്റെ കാര്യം ഇതാണ്, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു, ഒരു സിംഗിൾ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് എ കറൻറ്റ്? കാരണം കറണ്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് മാഗ്നറ്റിക് മൊമെൻ്റ് കാണാൻ പറ്റുള്ളൂ. മാഗ്നറ്റിക് മൊമെൻ്റ് NIA ആണ്. NIA. ഐ വേണം കറണ്ട്. ആർക്കെങ്കിലും അറിയാമോ കറണ്ട് എന്താണെന്നുള്ളത്? എനിബഡി പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞേട്ടെ കറണ്ട് എന്താണെന്നുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതട്ടെ, EF ആണ്. ആർക്കെങ്കിലും അതിൻ്റെ റീസൺ മനസ്സിലായോ? എനിക്ക് നിങ്ങൾ ശരിക്കൊന്ന് വായിച്ചു നോക്കിയാൽ കറണ്ട് ത്രൂ അതായത് ഇതിൽ കൂടി ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് കറണ്ടാണ്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണല്ലോ ഈ കറണ്ട് അല്ലേ? എഗ്രി ചെയ്യുന്നുണ്ടോ? ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ ആണ് കറണ്ട്. നിങ്ങൾക്കതറിയാം. കറണ്ട് എങ്ങനെയാണ് EF ആയത്? നിങ്ങൾ വിചാരിക്കും മാത്രമല്ലേ വരുള്ളൂ എന്ന്.
കറണ്ട് എങ്ങനെ ഇ എഫ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? കറണ്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര തവണ ഇലക്ട്രോണ് ചാർജ്, ഇലക്ട്രോൺ എന്ന് പറയേണ്ട ചാർജ്, ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഒരു പർട്ടിക്കുലർ പൊസിഷൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്ക്, ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു മിനിറ്റ്. ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഇവിടെ ചുമ്മാ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കട്ടെ. എങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഈ ബൗണ്ടറി ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഒരു സെക്കൻഡിൽ? നിങ്ങൾക്കറിയാം, ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ ഇത്രയും ടൈംസ് ഇലക്ട്രോൺ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര തവണ ഈ ബൗണ്ടറി ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കിടക്കുന്നുണ്ട് അല്ലേ? അതാണല്ലോ. അപ്പോൾ ഒരു സെക്കൻഡിൽ എഫ് ടൈംസ് ഇലക്ട്രോണ് ഇത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ചാർജ് ഇ ആണ്. ചാർജ് എത്രയാണ്? ഇ ആണ്. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഏരിയ ഒരു സെക്കൻഡിൽ എത്ര ചാർജാണ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകുന്നത്? ഇ എന്ന് പറഞ്ഞ ചാർജ് എഫ് ടൈംസ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഒരു സെക്കൻഡിൽ. കാരണം ഫ്രീക്വൻസി ഇതാണല്ലോ. അപ്പോൾ ഒരു സെക്കൻഡിൽ എഫ് ടൈംസ് ഈ പോർഷൻ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. എഫ് ടൈംസ് ചാർജ് ഇ ആണ് അല്ലേ? ചാർജ് ഇ ആണ്. അപ്പോൾ ഇ ഇൻറ്റു എഫ് ചാർജാണ് ഒരു സെക്കൻഡിൽ ക്രോസ് ചെയ്ത് പോകുന്നത്. ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഏരിയ ക്രോസ് ചെയ്ത് പോകുന്ന ടോട്ടൽ ചാർജ് ഇ ഇൻറ്റു എഫ് ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഉണ്ണിമായ ശ്രദ്ധിച്ചു. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് ബൈ ഹാർട്ടാക്കി വെച്ചോ. ഇതെങ്ങനെ വന്നതെന്ന് പറഞ്ഞെന്നുള്ളൂ. ഇത് നിങ്ങൾ ബൈ ഹാർട്ടാക്കേണ്ട റിസൾട്ടാണ്. ശരിക്കും ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫോർമുല ഇല്ല, പക്ഷെ നിങ്ങളിത് നിർബന്ധമായിട്ട് പഠിച്ചേ തീരൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് പലതവണ പല ചാപ്റ്ററിലും ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഐ ഈക്വൽ ടു, അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ റിവോൾവിങ് ഇലക്ട്രോൺ ഇക്വാലൻ ടു എ കറണ്ട് കാണണമെങ്കിൽ ഇ എഫ് നിങ്ങളുടെ എഴുതി വെച്ചാൽ മതി കേട്ടോ, കറണ്ട് കിട്ടും. അപ്പോഴേ ഞാൻ എന്തിനാണ് കറണ്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാനുള്ള ഫോർമുല NIA ആണ്. NIA. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, കാൽക്കുലേഷൻസ് ഞാൻ ഫുൾ എഴുതൂല. കാരണം നമ്മൾ ടൈം സേവ് ചെയ്യാനാണ് നോക്കുന്നത്. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യണത് എന്നുള്ളതൊന്നും ഞാനിവിടെ കാണിക്കില്ല കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്. ഇത് നിങ്ങൾക്കറിയാം, ഒറ്റ റൗണ്ടാണ് അല്ലേ? ശരിയല്ലേ? ഇതൊരു ഇമാജിനറി പാത്താണ്. ഈ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഇമാജിനറി പാത്ത്. ഇറ്റ് ഈസ് എ സിംഗിൾ പാത്ത് അല്ലേ? ഇതിങ്ങനെ കുറേ മനസ്സിലായില്ലേ? ഇതൊരു സിംഗിൾ പാത്താണ്. അതിൽ കൂടി ഇത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. സോ ഇറ്റ് ഈസ് എ സിംഗിൾ റൗണ്ട്. ഒരു സിംഗിൾ ടേണേ ഉള്ളൂ അല്ലേ? ഒറ്റ ടേണേ ഉള്ളൂ. ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ഒറ്റ ടേണേ ഉള്ളൂ. അപ്പോൾ n = 1 ആണ്. n = 1 ആണ്. ഹലോ, വിഷ്ണു എന്നാണോ പേര്? ഹലോ, വിഷ്ണു എന്നാണോ പേര്? റിപ്ലൈ ഇല്ലല്ലോ. പേരെന്തായിരുന്നു? മ്യൂട്ട് ചെയ്ത്. വിഷ്ണു എന്നാണ് പേര് അല്ലേ? ഇന്ന് കുറച്ച് നേരത്തെ വിളിച്ചതല്ലേ അല്ലേ? എനിക്കിപ്പോൾ തന്നെ ഓക്കെ. സാരമില്ല, ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാവാൻ വഴിയില്ല, പക്ഷേ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് റെക്കോർഡ് ക്ലാസ് നോക്കാം കേട്ടോ വിഷ്ണു. ഓക്കെ സർ. സോ നമ്പർ ഓഫ് ടേൺസ് 1. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EF ആണ്. ഐ ഈസ് EF. ദ കറണ്ട് ത്രൂ ദ ഓർബിറ്റ് EF ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ EF ആണ്. 1.6 × 10⁻⁻19. ഐ എന്ന് പറഞ്ഞാൽ EF ആണ്. ഇ എഴുതി. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 10⁻14. കാൽക്കുലേഷൻ ഞാൻ എഴുതില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒന്നുകൂടി പറഞ്ഞുതരാം. NIA ആണ് മാഗ്നറ്റിക് മൊമെൻറ്റ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, ഒറ്റ ടേണേ ഉള്ളൂ ഇവിടെ.
ഐ എന്ന് പറഞ്ഞാൽ ഇ എഫ് ആണ്, ബൈ ഹാർട്ട് ആക്കേണ്ട റിസൾട്ടും കൂടിയാണ്. ഐ ഈക്വൽ ടു ഇ എഫ് ആണ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഇ എഫ്, ഇ എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻⁹, എഫ് 8 × 10⁻40, ഏരിയ എ എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റിൽ ഈ സർക്കിളിൻ്റെ ഏരിയ ആണ്. അത് πr² ആണ്. അതെന്താണ് πr²? പൈ എന്ന് പറഞ്ഞാൽ 3.14, r². r² എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസാണ്. r² r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം. റേഡിയസ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം 2 ആങ്സ്ട്രം. ഓർബിറ്റൽ റേഡിയസ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം 2 ആങ്സ്ട്രം. ആങ്സ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻10 നമ്മൾ ഈ ആങ്സ്ട്രം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോട്ടോ, 10⁻⁻10 അതിനെയാണ് നമ്മൾ ആങ്സ്ട്രം എന്ന് പറയുന്നത്. 2 ആങ്സ്ട്രം എന്ന് പറയും. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഏരിയ വിൽ ബി πr², പൈ × r². ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? ഉണ്ണിമായ, ശ്രേയ ഓക്കെ ആണോ? ശ്രേയക്ക് ക്ലിയർ ആയോ പറഞ്ഞത്? ശ്രദ്ധിച്ചോ? ആ, കാൽക്കുലേഷൻ ഞാൻ പറയണില്ല, കാരണം ഒന്നാമത് ടൈം സേവ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. മൾട്ടിപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞ് കംപ്ലീറ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് മനസ്സിലായി? ഉണ്ണിമായ, ശ്രേയ ഓക്കെ ആണ്? ആ, അപ്പോൾ നിങ്ങൾ തിരക്ക് പിടിച്ച് എഴുതിയെടുക്കാൻ നോക്കണ്ട. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനിത് PDF ആയിട്ട് അയച്ചു തരും. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനിത് PDF ആയിട്ട് അയച്ചു തരും. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസുകൾ മാത്രം. ഇത് ബോർഡ് എക്സാം പേപ്പറാണ്, ബോർഡ് എക്സാമിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യനാണ്. ഓക്കെ, ദെൻ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ ഓർ കൊടുത്തിട്ടുണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ കറൻറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്റർ? ഷോ ഹൗ the current sensitivity of the galvanometer may be increased. Increasing the current sensitivity of the galvanometer may not necessarily increase voltage sensitivity. Explain. ഇതറിയാമോ ആർക്കെങ്കിലും? അറിയാമോ? ശ്രേയ, ഉണ്ണിമായ, വിഷ്ണു അറിയാമോ? എവിടെ? ആരും മിണ്ടുന്നില്ലല്ലോ. ഹലോ, ശ്രേയക്ക് അറിയോ കറന്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്റർ എന്താണെന്നുള്ളത്? ഇല്ല. ഉണ്ണിമായ്ക്ക് അറിയാമോ? ഇല്ല, അറിയില്ല. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്, എങ്കിലും ഞാൻ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. കറന്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്റർ. അപ്പോൾ ഒരു ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഗാൽവനോമീറ്റർ? ഇതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഗാൽവനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കണതെന്ന് വെച്ചാൽ കറണ്ട് മെഷർ ചെയ്യാനാണ്. കറണ്ട് മെഷർ ചെയ്യാം, വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും. രണ്ടും യൂസ് ചെയ്യാം, രണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, അത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഒരു മിനിറ്റ്. വിഷ്ണു കേൾക്കാമല്ലോ അല്ലേ? വിഷ്ണുവിന് അറിയാമോ കറന്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്റർ? ഇല്ല, അറിയില്ല. ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് ഒരു മിനിറ്റ്. ഞാൻ ഇത് വരച്ച നീറ്റ്നെസ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരുന്നത്. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ അറിയാമോ നിങ്ങൾക്ക്? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ അറിയാമോ? ഇതാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ശ്രേയ, ഉണ്ണിമായ, ഞാനൊരു കാര്യം ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസുകൾ ഞാൻ റെഫറൻസ് പറഞ്ഞുതരാം. ഞാൻ ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത ന്യൂമറിക്കൽസുകൾ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റേതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. കറൻറ്റ് സെൻസിറ്റിവിറ്റി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 130 എടുക്കുക. നിങ്ങളിപ്പോൾ തന്നെ എഴുതിക്കോ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 130.
ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ന്യൂമറിക്കൽസുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ കറൻറ്റ് സെൻസിറ്റിവിറ്റി കിട്ടാനായിട്ട് നിങ്ങൾ പേജ് നമ്പർ 130 എടുക്കുക. അതിൽ ഈ പിക്ചർ നിങ്ങൾ വരച്ച് പഠിക്കണം കേട്ടോ. ഈ ടിക്ക് ചെയ്ത പിക്ചറില്ലേ, ഇത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായില്ലെങ്കിലും ഏകദേശം ഇതേപോലെ വരുന്ന രീതിയിൽ കറൻറ്റ് സെൻസിറ്റിവിറ്റി ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇത് ചിലപ്പോൾ വരയ്ക്കാൻ അവർ പറയും, വരയ്ക്കാനവിടെ പറയും. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ റഫ് പിക്ചർ വരയ്ക്കാൻ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് പഠിച്ചു വെക്കാം. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊന്നും ഞാനിപ്പോൾ പറയണില്ല. നിങ്ങൾ എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കറൻറ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതെഴുതുക. എന്നിട്ട് കറൻറ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ CS എന്ന് പറഞ്ഞാൽ 5/I ആണ്. 5/I ആണ്. NAB/K എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ സ്റ്റെപ്പ് എഴുതി ചേർക്കുക. ഞാനിത് ഡിസ്കസ് ചെയ്യുന്നതല്ല കേട്ടോ, ഞാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറൻറ്റ് സെൻസിറ്റിവിറ്റി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പേജ് നമ്പർ 130 എടുക്കുക. NCERT ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 130 എടുക്കുക. എന്നിട്ട് അതിൽ കറൻറ്റ് സെൻസിറ്റിവിറ്റിയുടെ പോർഷനാണ് ഞാനിവിടെ ടിക്ക് ചെയ്തിട്ടുള്ളത്. ഈ ടിക്ക് ചെയ്ത കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഈ പിക്ചർ വരയ്ക്കണമെന്നില്ല, ചോദിച്ചാൽ മാത്രം വരച്ചാൽ മതി. എന്നിട്ട് ഈ ടിക്ക് ചെയ്ത കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുക. കറൻറ്റ് സെൻസിറ്റിവിറ്റി CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുലയും എഴുതി വെക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? എവിടെ? ഓക്കെ, ഇതങ്ങോട്ട് എഴുതി വെക്കാം. ഈ പേജ് നിങ്ങൾ പഠിച്ചു വെച്ചോ. പേജ് നമ്പർ 130 ഞാൻ അവിടെ എഴുതി വെച്ചേക്കാം. ഓക്കെ, ഞാനത് ഡിസ്കസ് ചെയ്യുന്നതല്ല കേട്ടോ. ഇവിടെ ഞാനിങ്ങനെ എഴുതി വെച്ചേക്കാം, റഫർ ടെക്സ്റ്റ് പേജ് 130. ഇവിടെ വേറെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പ്രോബ്ലംസ് ചെയ്യണം. ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സമയം കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. റഫർ ടെക്സ്റ്റ് പേജ് നമ്പർ 130 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്. വിഷ്ണു കേൾക്കാമല്ലോ അല്ലേ? വിഷ്ണു, ഉണ്ണിമായ, ശ്രേയ. ഓക്കെ, എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഞാൻ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുള്ളൂ കേട്ടോ. തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ റഫർ ടെക്സ്റ്റ് എന്ന് എഴുതി വെക്കുകയുള്ളൂ. ഓക്കെ, എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് 15 ohm, takes 20 milliampere to produce full scale deflection. How can this galvanometer be converted into voltmeter of range 0 to 100 volt? ഇത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പ്രോബ്ലമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? വിഷ്ണുവിന് വല്ല മനസ്സിലായോ ഇത് കണ്ടിട്ട്? ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ. ഈ ചാപ്റ്റർ എങ്ങനെയുണ്ട് വിഷ്ണുവിന്? ഈ ചാപ്റ്റർ എങ്ങനെയുണ്ട് പൊതുവെ? ക്ലാസ്സിൽ എടുത്തിട്ടേ ഇല്ലത്? ഓ, തുടങ്ങിയിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ. 4ാമത്തെ ചാപ്റ്റർ തുടങ്ങിയിട്ടില്ല? ഏതൊക്കെ ചാപ്റ്റർ കഴിഞ്ഞത് ഇതുവരെ? ആ അതെ, കുഴപ്പമില്ല. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലാവും. കേട്ടല്ലോ? കറണ്ട് ഇലക്ട്രിസിറ്റി എടുത്തിട്ടുണ്ടോ? കറണ്ട് ഇലക്ട്രിസിറ്റി അതും എടുത്തിട്ടില്ല? ആ ഓക്കെ, കുഴപ്പമില്ല, ഇത് മനസ്സിലാവും. ഓക്കെ, ഇത് മനസ്സിലാവും. ഉണ്ണിമായ, ശ്രേയ ശ്രദ്ധിച്ചിരിക്കുക. എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് 15 ohm. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് ഇങ്ങനൊരു വൈൻഡിങ് ഉണ്ടാവും, അതിന് ഇങ്ങനൊരു കോയിൽ പോലെ ഉണ്ടാവും. അതിൻ്റെ ഇവിടെ ഒരു നീഡിലുണ്ടാവും. ഇതൊരു മാഗ്നറ്റിൻ്റെ ഇടയ്ക്കായിട്ടാണ് വെക്കുന്നത്. ഇത് നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട കേട്ടോ, വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടി ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കോയിലിൽ കൂടി എന്ത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ഒരു കോയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടി ഇങ്ങനെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ കറങ്ങും. ഇത് കറങ്ങുമ്പോൾ അതിനോടൊപ്പം നീഡിലും കറങ്ങും. അതങ്ങനെയാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ വെച്ച് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യും. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൂടെ അതിൻ്റെ നീഡിലും കൂടി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ റീഡിങ് നോക്കിയാൽ എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെയാണ്. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ആ പിക്ചർ വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു റീഡിങ് ഉണ്ടാവും അല്ലേ. ഇതുപോലെ ഒരു നീഡിലുണ്ടാവും. പിന്നെ ആ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനകത്ത് ഇതുപോലെ ഒരുപാട് കോയിലുകളുണ്ട്. ഇങ്ങനെ ഒരു കോയിലുണ്ട്. അപ്പോൾ അതിൻ്റെ തിക്നെസ് ഭയങ്കര കുറവാണ്, വളരെ തിന്നാണ്. അപ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള കോയിൽ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന് ഉള്ളിലുള്ളത് കൊണ്ട് ആ ഗാൽവനോമീറ്ററിന് സ്വന്തമായിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേര് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്, ജി എന്നാണ് പറയുക. അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിൽ ഇതേപോലെ റീഡിങ് മെഷർ ചെയ്യാനുള്ളൊരു നീഡിലുണ്ടാവും. പിന്നെ ആ ഗാൽവനോമീറ്ററിൻ്റെ അകത്ത് അറിയാമല്ലോ ഇതേപോലെ കുറേ കോയിലുണ്ടാവും. ആ കോയിലിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് ജി എന്ന് എഴുതുന്നത്. ജി എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് എന്നാണ് പറയുക. ആ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് 15 ഓം ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഹാസ് റെസിസ്റ്റൻസ്. ഈ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ഇല്ലേ, അതാണ് 15 ഓം. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക് അല്ലേ? ഉണ്ണിമായ, വിഷ്ണു, ശ്രേയ, ഇത്രയും ക്ലിയർ ആയല്ലോ? എവിടെ? ഇനി എന്താണ് പറയുന്നത്? ഇത് മൂവിങ് കോയിൽ ഓക്കെ. 20 മില്ലി ആംപിയർ ടു പ്രൊഡ്യൂസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഹൗ ക്യാൻ ദിസ് ഗാൽവനോമീറ്റർ ബി കൺവേർട്ടഡ് ഇൻ ടു വോൾട്ട്മീറ്റർ? ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടി 20 മില്ലി ആംപിയർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നീഡിൽ മാക്സിമത്തിലെത്തും. ഇതാണ് നീഡിൽ എന്ന് വിചാരിക്കട്ടോ. 0, 1, 2, 3, 4 എന്നൊക്കെ മാർക്കിംഗ് ഉണ്ടാവുമല്ലോ. നീഡിൽ മാക്സിമത്തിലിരിക്കുന്നത് 2.5 ആംപിയറിലാവുമ്പോഴാണ്. മനസ്സിലായല്ലോ? എന്തെങ്കിലായിക്കോട്ടെ, ഫുൾ മനസ്സിലായാലും നീഡിൻ്റെ പരമാവധി റീഡിങ് കാണിക്കുന്നത് 20 മില്ലി ആംപിയർ പാസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 20 മില്ലി ആംപിയറിൽ കൂടി 20 മില്ലി ആംപിയർ ആണ് മാക്സിമം പോസിബിൾ കറൻറ്റ്. ഈ ഗാൽവനോമീറ്ററിൽ കൂടി 20 മില്ലി ആംപിയറിൽ കൂടുതൽ കറണ്ട് പാസ് ചെയ്യാൻ പാടില്ല. പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൈൻഡിങ് കത്തിപ്പോവും. മനസ്സിലായില്ല? അതാണ് ഉദ്ദേശിച്ചത്. 20 മില്ലി ആംപിയർ ടു പ്രൊഡ്യൂസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം അലവബിൾ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ ഈസ് 20 മില്ലി ആംപിയർ. ഇതിൽ കൂടുതൽ കറണ്ട് ഗാൽവനോമീറ്ററിൻ്റെ കോയിലിൽ കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ വൈൻഡിങ് ഡാമേജ് ആവും. അപ്പോൾ അതാണ് 20 മില്ലി ആംപിയർ മാക്സിമം കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആയോ? എവിടെ? ഹൗ ക്യാൻ ദിസ് ഗാൽവനോമീറ്റർ ബി കൺവേർട്ടഡ് ഇൻ ടു വോൾട്ട്മീറ്റർ ഓഫ് റേഞ്ച് 0 to 100 വോൾട്ട്? ശ്രേയ പറഞ്ഞേ, ഗാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക? ഗാൽവനോമീറ്ററിനെ എങ്ങനെ വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക? ഓർമ്മയുണ്ടോ? അതന്നെ, യെസ്. ഒരു ഗാൽവനോമീറ്ററിന് അതായത് നമ്മൾ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒരു ബാറ്ററിക്ക് ക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റീഡിങ് എന്തായിരിക്കും കാണിക്കുക? ആ റീഡിങ് വോൾട്ടേജ് ആയിരിക്കും കാണിക്കുക. ഈ ഗാൽവനോമീറ്റർ എടുത്തിട്ട് ഒരു ബാറ്ററിക്ക് ക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റീഡിങ് വോൾട്ടേജ് ആയിരിക്കും കാണിക്കുക. പക്ഷേ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസ് നമ്മളിവിടെ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കണം, നിർബന്ധം. വൈൻഡിങ്സ് അല്ലെങ്കിൽ കത്തിപ്പോവും. നല്ലൊരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ, അത് എത്രയാണെന്ന് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, ഞാനവിടെ 6 എന്ന് പറഞ്ഞ് എഴുതാണ്. ഒരു ക്യാപിറ്റൽ ലെറ്റർ R, കുറച്ചുകൂടി നല്ലൊരു റെസിസ്റ്റൻസ് ഗാൽവനോമീറ്റർ മനസ്സിലായാലോ കണക്ട് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ വൈൻഡിങ് ഡാമേജ് ആവും. അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിന് വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വോൾട്ട് മീറ്ററായി മാറും. അപ്പോൾ ഇതൊരു വോൾട്ട് മീറ്ററാണ്. ഇത്രയും ഭാഗം ഇതെല്ലാവരും കൂടി ഒരു ബോക്സിനുള്ളിലാക്കിയിരിക്കുക. ഇത്രയും ഭാഗം ഒരു ബോക്സിനുള്ളിൽ ആക്കിയിരിക്കുകയാണ്. ആ ബോക്സാണ് വോൾട്ട് മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് ആ ബോക്സ് എടുത്തിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്
ആ നീഡിൽ വോൾട്ട് മീറ്റർ റീഡിങ് കാണിക്കും. 20 മില്ലി ആംപിയറിൽ കൂടുതൽ അതിൽ കൂടി പാസ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. ഇവിടെ പറയുന്നത് ഇതിൻ്റെ മാക്സിമം വോൾട്ടേജ് 100 വോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 0 to 100 വോൾട്ട് ഇയാൾ മെഷർ ചെയ്തിരിക്കണം. അപ്പോൾ പരമാവധി 100 വോൾട്ട് വരെ ഇതിന് മെഷർ ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഗാൽവനോമീറ്ററിന് 100 വോൾട്ട് വരെ റീഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതായത് 100 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം കറണ്ടായ 20 മില്ലി ആംപിയർ ഫ്ലോ ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, ഈ ഗാൽവനോമീറ്റർ 100 വോൾട്ട് വരെ മെഷർ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ 100 വോൾട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അലവബിൾ കറണ്ടായ 20 മില്ലി ആംപിയർ ആയിരിക്കും ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അൺനൗൺ റെസിസ്റ്റൻസ് ആർ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്റർ ആണെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ആർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമല്ലോ. ആ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് കണ്ടുപിടിച്ച ആൻസറായി. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? ശ്രേയ, ഉണ്ണിമായ ഓക്കെയാണ്? വിഷ്ണു ഇതെടുക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമായിരിക്കും കേട്ടോ. വിഷ്ണു കേട്ടല്ലോ? ഈ ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇയാളാണ് നമ്മളെ വോൾട്ട് മീറ്ററെ. ഒരു ബോക്സുള്ളിലിരിക്കുകയാണ് ഇയാൾ. അപ്പോൾ ഇവിടെ നമ്മളെ കറണ്ട് ഇലക്ട്രിസിറ്റി മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ ഓംസ് ലോ പഠിച്ചിട്ടില്ലേ? ഓംസ് ലോ അല്ലേ? ഇല്ല, ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഓംസ് ലോ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് കാണാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? ഇതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് V/R ചെയ്താൽ പോരെ. വോൾട്ടേജ് 100 ആണ്, ബാറ്ററി വോൾട്ടേജ് 100 ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് 15 + R ആണ്. കണ്ടാലറിയാം, ഈ പിക്ചർ കണ്ടാലറിയാം അല്ലേ? ആകെ വോൾട്ടേജ് 100ഉം ടോട്ടൽ റെസിസ്റ്റൻസ് 15 + R ആണ്. അപ്പോൾ വോൾട്ടേജ് പ്ലസ് ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്താൽ എന്ത് കിട്ടും? കറണ്ട് കിട്ടും. 20 മില്ലി ആംപിയർ കിട്ടും. ശരിയല്ലേ? ഈ പിക്ചർ പ്രകാരം ഞാൻ ഈ എഴുതിയിരിക്കുന്നത് കറക്റ്റാണോ? എല്ലാവർക്കും മനസ്സിലായോ? രണ്ടുപേർക്കും. വിഷ്ണു ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. വിഷ്ണു കേട്ടല്ലോ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ R കണ്ടുപിടിക്കണം അല്ലേ? നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 20 മില്ലി ആംപിയർ അല്ലേ? 100 ഡിവൈഡഡ് ബൈ 15 + R. ആക്കണം. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. മില്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻³ ആണ്. ഓക്കെ. കാൽക്കുലേഷൻസ് ഞാൻ അധികം പറഞ്ഞ സമയം കളയില്ല കേട്ടോ. കേട്ടല്ലോ? കാൽക്കുലേഷൻസ് അധികം പറഞ്ഞ സമയം കളയില്ല. ഞാൻ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം. കാരണം ഒരുപാട് പ്രോബ്ലംസുകളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അധികം സമയം കളയില്ല. നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഫൈനൽ ആൻസർ എഴുതി വെക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തെന്നാ ഇത് ഞാനൊന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനിക്ക് 0.02 കിട്ടും അല്ലേ? ശരിയല്ലേ? തെറ്റിനെ പറ. 0.02 അല്ലേ? അല്ല, 0.02 ആണ്. 20/1000 അല്ലേ? ഒരു മിനിറ്റ്. 0.02 0.02 × 15 + R. കുറച്ച് സ്പീഡിൽ എഴുതാണ് കാൽക്കുലേഷന്. 0.02 × 15 എത്ര? ഓപ്പൺ ചെയ്യാണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അധികം ഡിസ്കഷൻ ഒന്നും ഞാൻ ചെയ്യണില്ല. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഒരു മിനിറ്റ്. 0.02 × 15 ചെയ്യുക. 0.24 കിട്ടും. സോറി, 0.02 × 15 ചെയ്താൽ 0.3 കിട്ടും. പ്ലസ് 0.02 R = 100. 0.02 R = 100 - 0.3. 0.02 R = 100 - 0.3 എത്രയാ? 100 - 0.3 ചെയ്ത് കഴിഞ്ഞാൽ 99.7. or R = 99.7 divided by 0.02. കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കിയാൽ മതി. 4985 Ohm.
അപ്പോൾ അവസാനം നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, ടു കൺവേർട്ട് ടു വോൾട്ട് മീറ്റർ ഓഫ് ദ റിക്വയർഡ് റേഞ്ച് കണക്ട് 4985 ohm ഇൻ സീരീസ്. അങ്ങനെ എഴുതി വെച്ചാൽ മതി. മനസ്സിലായല്ലോ? കണക്ട് 4985 ohm in series. We get the required voltmeter. ഓക്കെ, മനസ്സിലായല്ലോ? കാൽക്കുലേഷൻ നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. മെത്തേഡ് ക്ലിയർ ആയോ? മെത്തേഡ് ക്ലിയർ ആയോ? എവിടെ ആരും ഉണ്ടെന്നില്ലല്ലോ. വിഷ്ണുവിന് മെത്തേഡ് മനസ്സിലായോ? വിഷ്ണുവിന് എടുക്കാത്തത് കൊണ്ട് പിന്നെ ഓക്കെ, എന്നാലും കുറച്ചൊക്കെ സ്റ്റെപ്പുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ വിഷ്ണുവിന്, അല്ലേ? അടുത്തതിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് ഈ ചാപ്റ്റർ ഇപ്പോൾ തീരും. യെസ്, ഇനിയും ഉണ്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇത് നമുക്ക് വേഗം തീർക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ 2 cm സെഗ്മെൻറ്റ് ഓഫ് വയർ ക്യാരിങ് 5 ആംപിയർ കറൻറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്. വിഷ്ണു കേട്ടിരിക്കും, കാരണം വിഷ്ണു ഇത് പഠിക്കാത്തൊരു ടോപ്പിക്കാണ്, ഒരു ഫോർമുലയാണ്. എങ്കിലും കേട്ടിരുന്നോ. പിന്നീട് സ്കൂളിൽ ഈ ചാപ്റ്റർ എടുത്തിട്ട് ഇതിൻ്റെ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം, അപ്പോൾ നല്ലപോലെ മനസ്സിലാവും വിഷ്ണുവിന്. ഓക്കെ വിഷ്ണു? എ 2 cm segment wire carrying 5 ampere current in positive y direction lies along y-axis as shown in the figure. The magnetic field at the point 340 due to this segment is. വല്ലതും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? അതായത് 340 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അത് എല്ലാ സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഇവിടെ കണ്ടില്ലേ, പി ക്യു എന്ന് പറഞ്ഞാൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്, കറണ്ട് എലമെൻ്റ് ആണ്. ഈ കറണ്ട് എലമെൻറ്റ് ഇതിന് ചുറ്റും എല്ലായിടത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് അകലെയുള്ളൊരു പോയിൻ്റാണ് 340. ഇവിടുന്ന് സ്വല്പം അങ്ങോട്ട് അകലെയുള്ളൊരു പോയിൻ്റാണ് 340. ഇവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ശ്രേയ, ഉണ്ണിമായ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അപ്പോൾ ഇത് ബയോട്ട് സവാർട്സ് ലോ ആണ് യൂസ് ചെയ്യേണ്ടത്. ബയോട്ട് സവാർട്സ് ലോ പറയുന്ന അതാണ്, ഒരു കറണ്ട് ക്യാരിങ് എലമെൻറ്റ്, ശരി തന്നെയല്ലേ? കറണ്ട് ക്യാരിങ് എലമെൻറ്റ് ഒരു ചെറിയൊരു എലമെൻ്റാണിത്. ഒരു കറണ്ട് ക്യാരിങ് എലമെൻറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ മിഡിൽ പോയിൻ്റ് O ആണ്. ഈ പിക്ചർ കണ്ടാൽ അറിയാം, മിഡിൽ പോയിൻ്റ് O ആണ്. മിഡിൽ പോയിൻ്റിൽ നിന്ന് നമുക്ക് വേണ്ട പോയിന്റിലോട്ട് ജോയിൻ ചെയ്യാണ്. മിഡിൽ പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ട പോയിന്റിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വെക്ടറിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് R. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വേണ്ടത്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുമല്ലോ. ഏത് പോയിന്റിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യൻ തരും. അത് നമ്മൾ കറണ്ട് എലമെൻറ്റിൻ്റെ മിഡിൽ പോയിന്റ് എടുക്കുക. കറണ്ട് എലമെൻറ്റിൻ്റെ മിഡിൽ പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ട പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറഞ്ഞ പോയിന്റിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വെക്ടറിന് നമ്മൾ വെക്ടർ R എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അറിയുന്ന കാര്യമല്ലേ? അല്ലേ? ശരിയാണോ എല്ലാവർക്കും? അപ്പോൾ ഇവിടുത്തെ കറണ്ട് എത്രയാണ്? ഞാനിവിടെ എഴുതി വെച്ചേക്കാം. ഇവിടുത്തെ കറണ്ട് എത്രയാണ്? ഇവിടുത്തെ കറണ്ട് I = 5 ആംപിയർ ആണ്. DL എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ലെങ്ത് എന്ന് കാണിക്കാനാണ് ഞാൻ DL എന്ന് എഴുതുന്നത് കേട്ടോ. DL എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ലെങ്ത്താണിത്. അത് കാണാനേ പറ്റുള്ളൂ. കറണ്ട് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ലെങ്ത്ത്. DL 2 സെൻറ്റിമീറ്റർ വയർ, ഒരു 2 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള വയറാണത്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × 10⁻² മീറ്ററാണ്. അപ്പോൾ കറണ്ട് 5 ആംപിയർ ആണ്. ആ വയറിൻ്റെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്. അവിടുന്ന് ഉള്ള വെക്ടർ R ആണ്. അതറിയില്ല, അത് വേണം. നമുക്ക് വേണ്ട പോയിന്റ് 340 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്?
എവിടെ? ഓക്കെ. അപ്പോൾ ബയോട്ട് സവാർട്സ് ലോ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ബയോട്ട് സവാർട്സ് ലോയുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. വെക്റ്റർ ഫോം ഇല്ലാതെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. വിഷ്ണു തൽക്കാലം കേട്ടിരുന്നോ? കുഴപ്പമില്ല, വിഷ്ണു ഇത് എടുക്കാത്ത ചാപ്റ്റർ ആയതുകൊണ്ടൊന്നും മനസ്സിലാവാൻ വഴിയില്ല. പക്ഷേ സ്കൂളിൽ എടുത്തിട്ട് ഇതൊന്ന് വീഡിയോ ഒന്ന് കേട്ട് നോക്കട്ടോ, അപ്പോൾ മനസ്സിലാവും ഡിഫറൻസ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μ0/4π ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടോ? എന്തായാലും മിണ്ടാത്തത്? ശരിയല്ലേ? ഇല്ലേ? ഹൃതിക് എന്താ വൈകിയത്? ഹൃതിക് ഓക്കെ. ഇതല്ലേ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറഞ്ഞാൽ ഇത് മതി. പക്ഷേ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറായിട്ട് തന്നെ കിട്ടണം. ഓപ്ഷൻസ് നോക്കിയേ. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, വെക്ടറായിട്ട് കിട്ടണം. ഇത് മാഗ്നിറ്റ്യൂഡാ, ഇത് കിട്ടിയിട്ട് കാര്യമില്ല. ദിസ് ഈസ് ദ ഫോർമുല ഫോർ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ മറക്കണ്ട, ബയോട്ട് സവാർട്സ് ലോ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഫോർമുലയാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡേ കിട്ടൂ. നിങ്ങൾക്ക് വെക്ടറായിട്ടാണ് കിട്ടണം. ബി എന്ന് പറഞ്ഞ ആൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾക്ക് ബി ആയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂസ് ദിസ് ഫോർമുല. ദ എബോവ് ഫോർമുല ക്യാൻ ബി റിട്ടൺ ഇൻ വെക്റ്റർ ഫോർമാറ്റ്. ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്, ഇതറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോട്ടോ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഐഡിയൽ it is a vector quantity cross r is a vector quantity divided by r cube. ഇത് മിക്കവരും പഠിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പുണ്ട്. മിക്കവരും ഇത് എങ്ങനെ ഒരു ഫോർമുല ഉണ്ട് ബുക്കിൽ. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാം, ഇങ്ങനൊരു പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ ഈ ഫോർമുല ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബയോട്ട് സവാർട്സ് ലോ പ്രകാരം മാഗ്നിറ്റ്യൂഡാണ് നിങ്ങൾക്ക് കാണാൻ ചോദിക്കണമെങ്കിൽ ഫസ്റ്റ് ഫോർമുല ഉപയോഗിക്കുക. വെക്ടറായിട്ടാണ് വേണ്ടത്. ഇവിടെ ഓപ്ഷൻസ് വെക്ടറാണല്ലോ. നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറായിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കുക. μ0/4π ഐഡിയൽ ക്രോസ് r ഡിവൈഡ് ബൈ r ക്യൂബ്. ന്യൂമറേറ്ററിൽ വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതാണ് കാണേണ്ടത്. അത് നിങ്ങൾ വെക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ മാത്സിൽ പഠിക്കും. എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞുതരാം, മാത്സിൽ പഠിക്കും നിങ്ങൾ. പക്ഷേ ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും? എവിടെ ഓക്കെയാണ്? അപ്പോഴേ ഇത് ടൈം എടുക്കും കേട്ടോ, ക്വസ്റ്റ്യൻ ടൈം എടുക്കും. μ0ൻ്റെ വാല്യൂ ആർക്കെങ്കിലും അറിയാമോ? μ0ൻ്റെ വാല്യൂ ഉണ്ണിമായ മറന്നുപോയി അല്ലേ? 4π × 10⁻⁻7. 4π × 10⁻⁻7. ഹൃതിക്കിന് ഓർമ്മയില്ലേ അല്ലേ? ഐഡിയൽ എനിക്ക് ബി വെക്ടറായിട്ട് തന്നെ കിട്ടണേ. ഐഡിയലിൽ ഐ ആരാ? ഐ എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് എലമെൻറ്റിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് 5 ആംപിയർ. ഐ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഡി എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെങ്ത് ഓഫ് ദ വയർ വെക്ടറായിട്ട് എഴുതാൻ പാടുള്ളൂ. ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡി എല്ലിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 × 10⁻⁻2 അല്ലേ? ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 10⁻⁻2. പക്ഷേ ഡി എല്ലിന് വെക്ടർ സിമ്പിൾ ഉണ്ട്. ഡി എല്ലിന് വെക്ടർ സിമ്പിൾ ഉള്ളത് കൊണ്ട് ഡി എൽ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഡി എൽ ടുവേഡ്സ് വൈ ആക്സിസ് അല്ലേ? ഡി എല്ലിൻ്റെ മുകളിലൊരു വെക്ടർ സിമ്പിൾ ഉണ്ട്. അപ്പോൾ ഡി എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ പോരാ, ഡയറക്ഷൻ കൂടിയും കാണിക്കണം. ഡി എല്ലിൻ്റെ ഡയറക്ഷൻ ടുവേഡ്സ് വൈ ആക്സിസ്. വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ നമ്മൾ ജെ എന്ന് പറഞ്ഞൊരു സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ജെ ക്ലിയർ ആയല്ലോ? ജെ ക്രോസ്. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ശരിയല്ലേ? ഇനി ആറ് ആരാ? ആരാ? അത് 6 പിക്ചറുണ്ട്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ കാണണമെങ്കിൽ ഫൈനൽ പോയിന്റ് മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെയ്താൽ മതിയല്ലോ അല്ലേ? 6 എന്ന് പറഞ്ഞ വെക്ടർ കാണണമെങ്കിൽ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കാണണമെങ്കിൽ
ഫൈനൽ പോയിന്റ് മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആറിൻ്റെ ടെർമിനൽ പോയിന്റ് 340യും ആറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിൻ ആണെന്ന് കണ്ടാൽ അറിയാം അല്ലേ. 6 തുടങ്ങുന്നത് ഒറിജിനിൽ നിന്നാണല്ലോ. അപ്പോൾ 6 ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയല്ലോ അല്ലേ. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പോയിന്റ് മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നിങ്ങളത് വെക്ടറിൽ പഠിക്കും, പേടിക്കണ്ട. ഫൈനൽ പോയിന്റ് മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെയ്താൽ നമുക്ക് വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഈ ഓർഡറിൽ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്തോ. 3 - 0 അല്ലേ. ഫസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ എഴുതാം ആദ്യം. 3 - 0. 3 - 0 3 ആണ്. ഒരു ഐ എഴുതാം അവിടെ. ഇനി സെക്കൻഡ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ. 4 - 0. 4 - 0 4j. തേർഡ് നമ്പർ മൈനസ് തേർഡ് നമ്പർ. 0 - 0. 0 - 0 0. അത് എഴുതണ്ട. ഓക്കെ. അപ്പോൾ ആർ വെക്ടർ വിൽ ബി 3i + 4j വരും. 3i + 4j വരും. അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതാണ് കേട്ടോ. അപ്പോൾ ഐഡിയൽ ക്രോസ് ആർ ഓൾ ഡിവൈഡ് ബൈ r³ ആർ എന്ന് പറഞ്ഞാൽ r³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കേട്ടോ. r³ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ധൈര്യപ്പെട്ടിട്ട്. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ √, ഐയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ, കെ ഉണ്ടെങ്കിൽ കെയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ. അപ്പോൾ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ചെയ്തു വരുമ്പോൾ 5 കിട്ടും. ഈ ലെങ്ത്ത് 5 ആണ്. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായോ? വെക്ടർ ആറിൽ നിന്ന് നിങ്ങൾക്ക് 6 കാണാൻ പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, ശരിയല്ലേ? ശ്രേയ, ഉണ്ണിമായ, ഹൃതിക് മനസ്സിലായോ? ക്ലിയർ ആണ്. അപ്പോൾ r³ എന്നല്ലേ ഡിനോമിനേറ്റർ സൈഡ്, r³. അപ്പോൾ ഇവിടെ 5³ വരും. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് എടുത്തതല്ല. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് വായിച്ചു നോക്കി വേഗം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഓക്കെ. വിഷ്ണു തൽക്കാലം ഇത് സ്കിപ്പ് ചെയ്ത് തരാം കേട്ടോ. ഇത് സ്കൂളിൽ ഇപ്പം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തൽക്കാലം ഇപ്പം സ്കിപ്പ് ചെയ്തേക്ക്, പിന്നീട് നോക്കാം. വിഷ്ണു ഏതൊക്കെ ചാപ്റ്ററാണ് ക്ലാസ്സിൽ കഴിഞ്ഞതെന്നുള്ളത് എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം ആദ്യം. ഇത്രയും വായിച്ചു നോക്കി എല്ലാവരും. ഇത്രയും വായിച്ചു നോക്ക്. വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണം, എഴുതണ്ട. നീ ഇത്രയും എഴുതിയ കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ബയോട്ട്-സവാർട്ട്സ് ലോ ഇൻ വെക്റ്റർ ഫോം നിങ്ങൾ മറക്കണ്ട. ബയോട്ട്-സവാർട്ട്സ് ലോ ഇൻ വെക്റ്റർ ഫോം ഇതാണ്. μ0/4π ഐഡിയൽ ക്രോസ് r ഡിവൈഡ് ബൈ r³. μ0ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു, കറൻറ്റിൻ്റെ വാല്യൂ i എഴുതി. dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, 2 × 10⁻² ഇൻറ്റു j ആണ്. കാരണം ഡി എല്ലിൻ്റെ ഡയറക്ഷൻ ടുവേഡ്സ് y ആക്സിസ് ആണ്. 6 കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽ പോയിന്റ് മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെയ്താൽ 6 കിട്ടി. ഡിനോമിനേറ്റർ r³ ആണ്. r³ r എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ r ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ കാണാനായിട്ട് √of എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ക്ലിയർ ആയോ? അടുത്ത പേജിലോട്ട് പോകാമല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? എവിടെ ഹൃതിക്ക് എല്ലാവർക്കും മനസ്സിലായി? അടുത്തത് ഒരു മിനിറ്റ്, അല്ല ഇത് ഫുള്ള് ഡിലീറ്റ് ചെയ്യാം. ഇതും കൂടി പോട്ടെ, ബ്ലാങ്ക് പേജ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്, ഞാനതൊന്ന് ഇവിടെ എഴുതിക്കോട്ടെ. ഇവിടെ ഈ 4π പോവും. 10⁻⁻7 ഉണ്ട്.
പിന്നെ 5 ഇൻറ്റു 2 ഞാനൊന്ന് പകർത്തട്ടെ. 5 ഇൻറ്റു 2 ഇൻറ്റു 10⁻². 5 ഇൻറ്റു 2 ഇൻറ്റു 10⁻². ജെ ക്രോസ് 3i + 4j. ഈ ക്രോസ് വെറുതെ ഉള്ള ക്രോസ് അല്ല, വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ അത്. മറ്റേത് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്, ഇത് വെക്ടറിൻ്റെ ക്രോസാണ്. വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, വെക്ടറിൻ്റെ ക്രോസ് ആണത്. താഴെ 5³ ഓൾ ഡിവൈഡ് ബൈ 5³. ഇവിടം വരെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇവിടം വരെ ഡൗട്ടൊന്നുമില്ലല്ലോ? ഇവിടം വരെ മനസ്സിലായി? ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വെട്ടിപ്പോകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ 5ഉം 5³ വെട്ടിപ്പോകുമ്പോൾ ബാലൻസ് 25 താഴെ വരും. പിന്നെ ബാക്കിയുള്ള നമ്പറുകളൊക്കെ ചെയ്യുക, അതൊക്കെ ഞാൻ വേഗം പറഞ്ഞു പോയാൽ മതിയല്ലോ അല്ലേ. 2 ഇൻറ്റു 10⁻⁹ ബൈ 25 ജെ ക്രോസ് 3i + 4j. രണ്ട് വെക്ടറിൻ്റെ ക്രോസ് കാണാൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? രണ്ട് വെക്ടറിൻ്റെ ക്രോസ് കാണുന്നത് എങ്ങനെ? ക്രോസ് പ്രൊഡക്റ്റ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ണിമായ അറിയാമോ? ശ്രേയ ഇല്ല, പഠിച്ചിട്ടില്ല. ഡിറ്റർമിനൻ്റ് പഠിച്ചിട്ടുണ്ടോ? ഡിറ്റർമിനൻ്റ് പഠിച്ചിട്ടുണ്ട്. ഹൃതിക് പഠിച്ചിട്ടുണ്ടോ ഡിറ്റർമിനൻ്റ് മാത്സിൽ? രണ്ട് വെക്ടറിൻ്റെ ക്രോസ് കാണുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ജെ എന്നുള്ളതിന് ഞാനൊരു കാര്യം ചെയ്തോട്ടെ. ജെ എന്നുള്ളതിന് ഞാൻ 0i + 1j + 0k എന്ന് എഴുതിക്കോട്ടെ. ശ്രദ്ധിച്ചിരിക്കുക, റിപ്പീറ്റ് ചെയ്യണേ ചോദിക്കണം കേട്ടോ. ഓക്കെ, ജെ എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, 0i + 1j + 0k. അപ്പോൾ 1j ആയല്ലോ, ജെ ആയല്ലോ അത്. പിന്നെ 3i + 4j, 3i + 4jനാ 3i + 4j + 0k എന്ന് എഴുതാം. രണ്ട് വെക്ടറിൻ്റെ ക്രോസ് കാണണമെങ്കിൽ രണ്ട് വെക്ടറും i j k ഫോമിൽ എഴുതാം. i മിസ്സിംഗ് ആണെങ്കിൽ 0i എഴുതി ചേർക്കുക, k മിസ്സിംഗ് ആണെങ്കിൽ 0k എഴുതി ചേർക്കുക. രണ്ട് വെക്ടറിൻ്റെ ക്രോസ് കാണണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. ഇതുവരെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇവിടം വരെ എല്ലാവർക്കും ഓക്കെ ആണ്? ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഹൃതിക്കിന് ക്ലിയർ അല്ലേ? ഹൃതിക്ക്, വിഷ്ണു ആക്സെപ്റ്റ് മനസ്സിലാവുന്നിടത്തോളം മനസ്സിലാവട്ടെ, ഇരിക്കും. ഇപ്പോൾ നമുക്ക് അധികം നേരം എടുക്കൂല. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കേട്ടല്ലോ വിഷ്ണു? രണ്ട് വെക്ടറിൻ്റെ ക്രോസ് കാണാനുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഡിറ്റർമിനൻ്റ് കണ്ടാൽ മതി. മാത്സിൽ നിങ്ങൾ ഡിറ്റർമിനൻ്റ് പഠിച്ചിട്ടില്ലേ? അതന്നെ സംഭവം. രണ്ട് വെക്ടറിൻ്റെ ക്രോസ് കാണണമെങ്കിൽ രണ്ടും i j k ഫോമിൽ എഴുതാം. രണ്ടും i j k ഫോമിൽ എഴുതിയിട്ട് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് റോ നമ്മൾ i j k വേണം എഴുതാനായിട്ട്. ഡിറ്റർമിനൻ്റ് എഴുതിയിട്ട് ഫസ്റ്റ് റോ i j k എഴുതാം. പിന്നെ നമ്മൾ രണ്ട് വെക്ടറിൻ്റെയും കോഎഫിഷ്യൻസ് എഴുതാം. ഇവിടെ ആദ്യത്തെ വെക്ടർ 0 1 0 ആണ് അല്ലേ? ആദ്യത്തെ വെക്ടർ എന്താണ്? 0 1 0 ആണ്, എഴുതാം. രണ്ടാമത്തെ വെക്ടർ 3 4 0 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒന്നുകൂടി പറഞ്ഞുതരാം. രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണണമെങ്കിൽ ആദ്യം തന്നെ രണ്ടും i j k ഫോമിലോട്ട് എഴുതാം. എന്നിട്ട് ഡിറ്റർമിനൻ്റ് എഴുതാം. ഫസ്റ്റ് റോ i j k എന്ന് എഴുതാം. ആദ്യത്തെ വെക്ടറിൻ്റെ കോഎഫിഷ്യൻസ് മാത്രം എഴുതാം, 0 1 0. രണ്ടാമത്തെ വെക്ടറിൻ്റെയും കോഎഫിഷ്യൻസ് മാത്രം എഴുതാം. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? ഇത്രയും പറഞ്ഞത് ഉണ്ണിമായ, ശ്രേയ, ഹൃതിക്, ശരിയല്ലേ? എക്സ്പാൻഡ് ചെയ്യുക. ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ നിങ്ങളെല്ലാവരും? മാത്സ് ഉണ്ടല്ലോ, എല്ലാവരും മാത്സ് എടുത്തിട്ടില്ലേ എല്ലാവരും? ഉണ്ണിമായ എടുത്തിട്ടില്ല മാത്സ്?
ഓ ഇല്ല അല്ലേ, ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഉണ്ണിമായക്ക്. ഓക്കെ, ഉണ്ണിമായക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ അയച്ചു തരാം, ഡിറ്റർമിനൻ്റ്. കേട്ടല്ലോ? ഓക്കെ. ബാക്കിയുള്ളവർ വിഷ്ണു, ഹൃതിക്, ശ്രേയ, നിങ്ങളെല്ലാവരും ഡിറ്റർമിനൻ്റിൻ്റെ എക്സ്പാൻഷൻ പഠിച്ചിട്ടുള്ളതല്ലേ? എങ്ങനെയാണ് പറഞ്ഞേ, എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഉണ്ണിമായി കേട്ടിരുന്നോ? മനസ്സിലാവും. ആദ്യത്തെ എലമെൻ്റായ ഐ എഴുതാം. എന്നിട്ട് അതുള്ള റോയും കോളം വെട്ടിക്കളയുക. ഉണ്ണിമായി കേട്ടിരുന്നോ? മനസ്സിലാവും. ഡിറ്റർമിനൻ്റ് കാണാനായിട്ട് ആദ്യത്തെ എലമെൻ്റായ ഐ എഴുതുക. എന്നിട്ട് അതുള്ള റോയും കോളം ഡിലീറ്റ് ചെയ്തതായി അസ്യൂം ചെയ്യുക. ബാക്കി വരുന്ന ആൾക്കാർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇതിങ്ങനെ 1 × 0 - 0 × 4 അങ്ങനെ എഴുതാം. 1 × 0 0 -4 × 0 0. ക്രോസ് ചെയ്യാമെന്ന് നമ്മൾ അതിനെ പറയുക, ക്രോസിങ്. ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത്. ക്ലിയർ ആയല്ലോ? ഇത് ഉണ്ണിമായ്ക്ക് ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ അയച്ചു തരാം കേട്ടോ, ഡിറ്റർമിനൻ്റ്. ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? ബാക്കിയുള്ളവർ ശ്രേയ, ഹൃതിക്, വിഷ്ണു. ഇനി അടുത്ത എലമെൻ്റ് എഴുതുന്നതിന് മുമ്പ് ഒരു -j ഇട്ട് വെച്ചേക്കാം. സെക്കൻഡ് എലമെൻ്റ് എന്താണ്? -j എഴുതണം. -sign എഴുതണം. രണ്ടാമത്തെ ടേം എഴുതുന്നതിന് മുമ്പ് ഒരു മൈനസ് നിർബന്ധമായിട്ട് ഇട്ട് വെച്ചേക്കാം. ഐ കഴിഞ്ഞാൽ അടുത്ത ആൾ j ആണ്. ഐയുടെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത ആൾ j ആണ്. j ഉള്ള റോയും j ഉള്ള കോളവും വെട്ടിപ്പോയതായിട്ട് ഇമാജിൻ ചെയ്യാം. -sign എഴുതിയതിന് ശേഷം സെക്കൻഡ് എലമെൻ്റായ j എഴുതാം. ബാക്കി വരുന്നത് ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ. 0 × 0 0, 0 × 3 0. തേർഡ് ടേം പ്ലസ് ഇടാം. സെക്കൻഡ് ടേം മൈനസ്, തേർഡ് ടേം പ്ലസ്. ഓർത്ത് വെച്ചോ. j കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ k ആണ്. k ഉള്ള റോയും കോളം വെട്ടിപ്പോയതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ ക്രോസ് ചെയ്യുക. 0 × 4 0 -1 × 3 3. ഓക്കെ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെയാണ്, മനസ്സിലായി എല്ലാവർക്കും? ഉണ്ണിമായ ടൗട്ടുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിക്കൊരു വോയിസ് മെസ്സേജ് അങ്ങനെ ഇട്ടാൽ മതി. ഞാൻ വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ ഉണ്ണിമായ്ക്ക് മാത്രമായിട്ട് തരാം. ഇവിടെ 0 × i പോയി, 0 × j പോയി. ഒരു -3k മാത്രം ഇവിടെ ബാക്കി വന്നു. -3k വന്നു. അപ്പോൾ നമ്മൾ വെക്ടറിൻ്റെ ക്രോസാണ് ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ക്രോസ് കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി പേടിക്കാനില്ല. 2 × 10⁻⁻9 / 25 ക്രോസ് ചെയ്ത് വന്നപ്പോൾ -3k ആണ് കിട്ടിയത്. -3k k ക്യാപ്പ്. അപ്പോൾ k ക്യാപ്പ് വെക്ടറിൽ തന്നെ കിട്ടും. ഈ പറയുന്ന നമ്പറുകളെല്ലാവരും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ആ സ്റ്റെപ്പ് ഞാൻ തൽക്കാലം പറയണില്ല. k ക്യാപ്പ് മാത്രം അവിടെ നിർത്തുക. ബാക്കിയുള്ള നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്ത പ്രോബ്ലമാണിത്. ഇതിൻ്റെ ആൻസർ 0.12 തോന്നുന്നു, അല്ല -0.24. യെസ്. ഇത് ചെയ്തു വരുമ്പോഴേ ഒരു കാര്യമുണ്ട്, പറഞ്ഞുതരാം. 10⁻⁻9 അവിടെ ഇരിക്കട്ടെ, അതിനൊരു വഴിയുണ്ട്. -6/25 ചെയ്യേ, കാണുന്നുണ്ടല്ലോ. -6/25 ഉണ്ടല്ലോ. -6/25 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -0.24 കിട്ടും. 10⁻⁻9 നമ്മൾ നാനോ എന്നാണ് വിളിക്കുക. 10⁻⁻9 നമ്മൾ പറയുന്ന പേര് നാനോ. പഠിച്ചിട്ടില്ലേ? 10⁻³ നമ്മൾ മില്ലി എന്ന് പറയും. മില്ലി കേട്ടിട്ടുണ്ടോ? 10⁻⁻6 നമ്മൾ മൈക്രോ എന്ന് പറയും. 10⁻⁻9 നമ്മൾ നാനോ എന്ന് പറയും. നാനോ. അപ്പോൾ 10⁻⁻9 നമ്മൾ നാനോ എന്ന് എഴുതാൻ പോവാണ്.
ഒരു കെ ക്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, നാനോ ടെസ്ല കെ ക്യാപ്പോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, കെ ക്യാപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ടെസ്ലയാണ്. ടെസ്ല, നാനോ ടെസ്ല -0.24 നാനോ ടെസ്ല ഡയറക്ഷന് വേണ്ടി കെ ക്യാപ്പ് കാണിക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ടൈം എടുക്കോട്ടെ, ഈ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ വളരെ സ്ലോയിലാണ് പറഞ്ഞു തന്നത് കേട്ടോ. ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് അല്ലേ? കിട്ടിയല്ലോ അല്ലേ എല്ലാവർക്കും? എന്നാൽ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, പക്ഷെ അത് കുഴപ്പമില്ല, പേടിക്കാനില്ല. അതിലിത് 32 മാത്രമേ ഞാൻ പറഞ്ഞു തരേണ്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസാണ്. 5 ഞാൻ ചെയ്തതാണ്. ഈ 5 ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 5 ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ തന്നെ PDF അയച്ചു തരാം. 5 സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 5 അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഡിസ്കസ് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യട്ടെ ഞാൻ. അടുത്ത ക്ലാസ്സിൽ മിക്കവാറും ഇലക്ട്രോ മാഗ്നറ്റിക് ഞാൻ നോക്കിയിട്ട് പറയാം. എല്ലാവർക്കും സ്കൂളിൽ എടുത്തു കഴിഞ്ഞ ചാപ്റ്റർ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ശരി, ഓക്കെ. താങ്ക് യു സർ.